ഹലോ നമസ്കാരം. അപ്പം ഇന്ന് നമുക്കൊരു ഉത്സവ കാഴ്ച കണ്ടാലോ? നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും, ചിലരൊക്കെ കണ്ടിട്ടില്ലാത്തവരായിരിക്കും. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മുടെ വീടിനടുത്ത് നടക്കുന്ന ഒരു ക്ഷേത്രത്തിലെ കാര്യറ പീടികയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഒരു ചടങ്ങാണ്. കെട്ടുകാഴ്ചയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങാണ് കേട്ടോ. ഇതാണ് അന്നങ്ങളെ എഴുന്നള്ളിക്കുക എന്ന് പറയും. അപ്പം അന്നങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് അരയന്നങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് പെടയരയന്നവും ഒന്ന് പൂവനരയന്നവും. ഈ അന്നങ്ങളെയാണ് ആദ്യം ഘോഷയാത്രയുടെ ഭാഗമായിട്ട് മുൻപേ ക്ഷേത്രാങ്കണത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് ആൽത്തറയ്ക്ക് ചുറ്റും ആറാടിച്ച് ക്ഷേത്രാങ്കണത്തിന് വലം വെച്ചതിന് ശേഷം മാത്രമേ അന്നങ്ങളെ 3 വട്ടം ആറാടിച്ചതിന് ശേഷം മാത്രമാണ് താലപ്പൊലിയും മറ്റ് വാദ്യഘോഷങ്ങളും എല്ലാം ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലെ ചടങ്ങ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ തിക്കും തിരക്കൊന്നും ഇല്ലായിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. പിള്ളേർക്കെല്ലാം ബലൂണുകളും പിള്ളേരെ കളിപ്പിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാരണം ചിന്നും ചിക്കും ഒക്കെ നല്ല ഫൈറ്റായിരുന്നു ഞങ്ങളോട് ഓരോന്ന് കാണുമ്പോഴും. അല്ല ഇടയ്ക്കൊന്ന് കറണ്ട് പോയായിരുന്നു കേട്ടോ. കറണ്ട് പോയപ്പോഴത്തേക്കും ഈ ലൈറ്റ് തെളിയുന്ന ബലൂണുകളും ഈ തലയിൽ വെക്കുന്ന കിരീടം പോലത്തെ ആക്സസറീസും ഒക്കെ ഉള്ളതൊക്കെ നല്ല ഭംഗിയായിരുന്നു. കറണ്ട് പോയപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ കാണുന്നത് വീഡിയോയിൽ കാണുന്നത് അന്നങ്ങളെ തേര് ഓടിക്കുന്ന ഒരു ചടങ്ങാണ്. ഇതും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പം ഇത് 2 അരയന്നങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, പൂവനരയനവും പെടയരയനവും. അതിനെ രണ്ടിനെയും എതിർദിശകളിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ചടങ്ങ് തന്നെയാണ് കേട്ടോ. അപ്പം നല്ല വെയിറ്റാണ്. ഇതൊരു ചട്ടത്തേലാണ് ഈ അന്നങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ആ ചട്ടത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം 2 സൈഡിലും നിറയെ ആളുകൾ നിന്നിട്ടാണ് ഇത് പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. 2 സൈഡും ഒരുപോലെ ബാലൻസ് ചെയ്ത് നമ്മൾ കാളയൊക്കെ എഴുന്നള്ളിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു രീതിയിലാണ് ഇതും ചെയ്യുന്നത്. അപ്പം ഇത് ഘോഷയാത്രയുടെ കൂടെ കൈകൊട്ടിക്കളിക്കാരും ചെണ്ടമേളവും പിന്നെ നമ്മുടെ പഴയ കലാരൂപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല കെട്ടുകാഴ്ചയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും കൂടി അതൊന്നൊരു കാഴ്ചയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. കൊച്ചു പിള്ളേരാണ് ഈ കലാരൂപങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് പോകുന്നത്. ഇത് ചെറിയൊരു കാളയായിരുന്നു. കാളയും കൊണ്ടുവന്ന് ആൽത്തറയുടെ മുമ്പിൽ 3 വട്ടം വലം വെച്ച് ആറാടിച്ചിട്ടാണ്